ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് കൊണ്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നീൻ്റെയോ സാമ്പാറിൻ്റെയോ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയും 1 ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ്. ഇനി അടുപ്പത്ത് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു മീഡിയം സൈസ് ഉള്ളിയുടെ ഹാഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1 ടീസ്പൂണോളം സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ നേരത്തെ കുതിരാൻ വെച്ച 1 കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊക്കെ അരച്ചെടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി, അധികമായാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓളിയോജൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഓളിയോജൻ്റെ ടേസ്റ്റ് അല്ല, അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും, ഉള്ളിൽ നല്ല സോഫ്റ്റും. എണ്ണയിലിടുന്ന സമയത്ത് തന്നെ നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു സൈഡ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ അപ്പത്തിന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.